ഒരുപാട് സന്തോഷത്തോടെ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട മണവാളൻ മണവാട്ടിയെ ഈ വേദിയിലേക്ക് On behalf of the parents and family members of our dear Steffi Zakaria and Ambin City Pulikodil, I would like to welcome each one of you to this pleasant occasion and thank you so much for participation by accepting our invitation. എല്ലാവർക്കും നമസ്കാരം. പരസ്പര സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വിളനിലമായ വിവാഹമെന്ന കൂതാശ സ്വീകരിക്കുന്നതിന് മുന്നോടിയായി ഇരു മനസ്സുകളും സമ്മതം അറിയിച്ച് വളരെ സന്തോഷം നിറഞ്ഞ കുടുംബാംഗങ്ങളുടെയും ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെയും അനുഗ്രഹാശസ്സുകളോടെ നിങ്ങളേവരുടെയും സന്തോഷത്തോടെ ഞാൻ എൻ്റെ മുൻപിൽ അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഇടയിൽ ഇങ്ങനെ രണ്ടുപേരും വന്ന് നിൽക്കുമ്പോൾ ഈ കാഴ്ച കാണാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് അല്ലേ? ആദ്യം നമുക്ക് ഇവർക്ക് രണ്ടുപേർക്കും ചേർന്ന് ഒരു അഭിനന്ദനം അറിയിക്കാം. ഒരു നല്ല കയ്യടി കൊടുത്ത് എല്ലാവരും ചേർന്ന്. ഒരുപാട് സന്തോഷം. രണ്ട് വ്യത്യസ്തമായ കുടുംബ സാഹചര്യത്തിൽ ജനിച്ച് ജീവിച്ച് വളർന്ന രണ്ട് വ്യക്തികളും രണ്ട് വലിയ പാരമ്പര്യമുള്ള കുടുംബാംഗങ്ങളും എന്നേക്കുമായി ഒന്നായി തീരുകയാണ്. അതിൽ ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേര് ഇവിടെ ഉണ്ട്. ഒരു പക്ഷേ ഞാൻ ഈ ഒത്തിരി പേരെന്ന് പറയാൻ കാരണം ഫിസിക്കലി അവരുടെ പ്രസൻസ് ഇവിടെ ഇല്ലെങ്കിലും ലൈവിൽ അത് ജോയിൻ ചെയ്ത് കാണുന്ന ഒരുപാട് പ്രിയപ്പെട്ടവർ നമ്മുടെ ചുറ്റിലുമുണ്ട്. അപ്പൊ അവരെ കൂടി ഞാൻ ഇന്നത്തെ ഒരു വേദിയിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അവർക്കൊരു ഹായ് കൊടുത്തേ രണ്ടുപേരും ചേർന്ന്. നിങ്ങളെ കാണുന്നത് ഈ അവിടെ ക്യാമറയിൽ ഒത്തിരി പേര് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, മേടയിൽ പുത്തൻ വീട്ടിൽ മിസ്റ്റർ സക്കറിയ വോഗീസ് ആൻഡ് മിസ്റ്റർ ഷിജി സക്കറിയ ദമ്പതികളുടെ മകളായ സ്റ്റെഫിയും, ചിറ്റാട്ടുകര പുലിക്കോട്ടിൽ ചിമ്മൻ വീട്ടിൽ മിസ്റ്റർ PTCB ആൻഡ് മിസസ് മേരി CB ദമ്പതികളുടെ മകനായ ആൻഡനും തമ്മിലുള്ള മനസ്സമ്മതത്തോടനുബന്ധിച്ചുള്ള സ്നേഹവിരുന്നിന് നമ്മളിവിടെ തുടക്കം കുറിക്കുകയാണ്. ചിറ്റാട്ടുകര എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഞാൻ പറയുന്നതിനേക്കാളും ഉപരി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ പുരാതനമായ വിശ്വാസപ്രദമായിട്ടുള്ള ഒരുപാട് പാരമ്പര്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണത്. അവിടുത്തെ ആഘോഷങ്ങളാണെങ്കിലും കുടുംബ പശ്ചാത്തലവും രീതികളും പരസ്പരമുള്ള സൗഹൃദവും കെട്ടുറപ്പും ഒക്കെ ആണെങ്കിലും അത് എടുത്തു പറയുന്നതാണ്. കേരള സംസ്കാരത്തിന്റെ ഏറ്റവും വലിയൊരു പൈതൃകം സൂക്ഷിക്കുന്ന ഒരു പ്രദേശം തന്നെയാണ് ചിറ്റാട്ടുകര. അത് തീർച്ചയായിട്ടും എനിക്ക് എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ ചെല്ലുമ്പോഴേ നമുക്ക് അറിയാം അതിൻ്റെതായിട്ടുള്ള ഒരു പൗരാണികമായിട്ടുള്ള ഒരു ആംബിയൻസ് നമ്മുടെ ഉള്ളിൽ നിറയ്ക്കും. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഒത്തിരി പ്രിയപ്പെട്ടവരോട് വന്നിട്ടുണ്ട്. അപ്പൊ അവിടേക്കാണ് ഒരു മരുമകളായിട്ടല്ല ഒരു മകളായി തന്നെ സ്റ്റെഫിയെ സ്വീകരിച്ചുകൊണ്ട് പറയുമ്പോൾ തന്നെ മമ്മിയുടെ മുഖത്ത് കാണുന്ന സന്തോഷം അതാണ് അതിൻ്റെ എല്ലാം അല്ലേ? നമുക്കിനി ഇവർ രണ്ടുപേരെയും കുറച്ചുകൂടെ വിശദമായിട്ട് പരിചയപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്റ്റെഫി ആക്ച്വലി ലുക്കിംഗ് സോ ഗോർജിയസ് ആൻഡ് ബ്യൂട്ടിഫുൾ സ്മൈൽ യു ഹാവ്. അവിടെ നിന്ന് വരുമ്പോൾ തന്നെ ആ ഒരു ഗ്രേസ് ഉണ്ടല്ലോ. നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരാളാണ്, മറ്റുള്ളവരെ പരിഗണിക്കാനും അവരെ മനസ്സിലാക്കാനും ഭയങ്കര ലവിങ് കെയറിങ് ഒക്കെ ആയിട്ടുള്ള ഒരാൾ. ഇനി അത് നമ്മൾ ത്രൂ ഔട്ട് ലൈഫിൽ കാണാൻ പോവാണ്, അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ഇൻ ഓൾ ദി വെരി ബെസ്റ്റ് കേട്ടോ രണ്ടുപേർക്കും. ഇനി നമുക്ക് ഇവരെ രണ്ടുപേരുടെയും ഫാമിലി മെമ്പേഴ്സിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഒത്തിരി സ്നേഹത്തോടു കൂടി ഞാൻ ആദ്യം സ്റ്റെഫിയുടെ കുടുംബാംഗങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നല്ലൊരു കയ്യടികളോട് കൂടി തന്നെ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ഫോർ മിസ്റ്റർ സക്കറിയ വോഗീസ് ആൻഡ് മിസ്റ്റർ ഷിജി സക്കറിയ ദമ്പതികൾക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുകയാണ് ഈ വേദിയിലേക്കായി. അദ്ദേഹം ഒരു പ്രവാസിയാണ്, സൗദി അറേബ്യയിലാണ് വർക്ക് ചെയ്യുന്നത്. വളർന്നു വീഴുന്നത് ഒരു പക്ഷേ ജീവിതത്തിന്റെ ഭാഗമായി തീരുന്നത്, ഭൂമിയിലേക്ക് പിറക്കുന്നത് പെൺകുഞ്ഞാണെങ്കിലും ആൺകുഞ്ഞാണെങ്കിലും വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും എല്ലാ മാതാപിതാക്കളും സ്വപ്നം കാണുന്നതാണ് ഇതുപോലൊരു മുഹൂർത്തം. അത് മകനാണെങ്കിൽ ആരായിരിക്കും അവന് കൂട്ടായി വരുന്നത്, മകളാണെങ്കിൽ ആരായിരിക്കും അവളുടെ കൈ പിടിച്ച് ജീവിതം മുഴുവൻ മുന്നോട്ട് നടക്കേണ്ട വ്യക്തി എന്നുള്ളത്. അപ്പൊ അതിന് കൃത്യമായിട്ടൊരു ഉത്തരം കിട്ടിയൊരു ദിവസം കൂടിയാണിത്. അതിൻ്റെ ഒരു സന്തോഷം തീർച്ചയായിട്ടും നമ്മൾ അല്ലേ, അത് എല്ലാവർക്കും നമ്മളത് അവരുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരാൾ കൂടി അവിടെ ഇരിപ്പുണ്ട്. ഞാൻ എപ്പോഴാണ് സ്റ്റേജിലേക്ക് വരേണ്ടത്, എപ്പോഴാണ് എന്നെ വിളിക്കാൻ പോകുന്നത് എന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരാളാണ്. സോ none other than Edwin Zakaria. Loud round of applause everybody. ഞാൻ എഡ്വിനെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എഡ്വിൻ ഇപ്പം ചെന്നൈയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹായ് എഡ്വിൻ, വണക്കം. എപ്പോഴും ഇരിക്കീങ്ക? நல்லா இருக்கீங்களா? ആണോ? ഒരു പാട്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ?
ഇവിടെ ആവുമ്പോ ഇത്രയും പേരേ ഉള്ളൂ. ലൈവിലാകുമ്പോ കുറെ പേരുണ്ടല്ലോ, ധൈര്യമായിട്ടങ്ങ് പാടാം. പ്രോത്സാഹനത്തിന് ഞങ്ങൾ ഒട്ടും കുറക്കില്ല അല്ലേ? ഓക്കെ, ഇനി നമുക്ക് 2 അമ്മമാരെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കാനുണ്ട്. ഒത്തിരി സ്നേഹത്തോടെ റോസ്ലി വർഗീസ് ആൻഡ് ട്രേസിയ ജോർജ്, 2 അമ്മമാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുകയാണ് ഞാൻ ഈ വേദിയിലേക്കായി. കൊച്ചുമക്കളുടെ ജീവിതത്തിൽ എന്നും സന്തോഷം നിലനിർത്തി തരണേ എന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ട് അവരെപ്പോഴും ആഗ്രഹിക്കുന്നത് തന്നെയാണ്. 2 പേർക്കും ഒത്തിരി സ്നേഹം നിറഞ്ഞ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം ഞാൻ അവരെ ക്ഷണിക്കുകയാണ്. അങ്ങനത്തെ 2 അമ്മമാര് കൂടെ നമ്മുടെ വേദിയുടെ ഭാഗമായി. ഇനി വളരെ 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 സന്തോഷത്തോടെ ഈ വേദിയുടെ ഭാഗമാകുന്നതിനായി ഞാൻ ആംബിന്റെ ഫാമിലി മെമ്പേഴ്സിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നല്ലൊരു കൈയടികളോട് കൂടി തന്നെ let me invite Mr. സിബി പുലിക്കോട്ടിൽ and Mrs. May സിബി ദമ്പതികൾക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ചേർന്ന് അവർക്ക് ഒരു കൈയൊക്കെ കൊടുത്തിട്ട് ഒത്തിരി ബഹുമാനപൂർവ്വം വളരെ വളരെ സ്നേഹത്തോടെ ഞാൻ അവരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. LICയിലെ ചീഫ് അഡ്വൈസറാണ് അദ്ദേഹം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സുരക്ഷിതത്വം എത്രത്തോളം ഉറപ്പുവരുത്താൻ പറ്റുമെന്നുള്ളത് ഒരുപക്ഷെ വാക്കുകളിലൂടെയൊന്നും നമുക്കത് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. ഒരുപാട് കുടുംബാംഗങ്ങൾക്ക് അതൊരു ആശ്വാസമാണ്, അവർക്കൊരു കൈത്താങ്ങാണ്. അങ്ങനെ ഒരു മേഖലയിൽ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ആസ് എ സർവീസ് അല്ലേ, അങ്ങനെ തന്നെയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ വളരെ ഭംഗിയായിട്ട് അദ്ദേഹം ആ പ്രൊഫഷൻ മുന്നോട്ട് പോവാണ്. പിന്നെ അമ്മയെ പറ്റി പറയുമ്പോൾ ഒരുപാട് ശിഷ്യസമ്പത്തുള്ള ഒരു നല്ല അധ്യാപികയായിരുന്നു അല്ലേ. ഒത്തിരി കുരുന്നുകൾക്ക് വിദ്യാഭ്യാസത്തിന്റെ അർത്ഥം പകർന്നു നൽകിയ ഒരു നല്ല ടീച്ചർ. അതിൻ്റെ ഒരു ചിട്ടയും അതിൻ്റെ ഒരു ദീർഘവീക്ഷണവും ഒക്കെ അമ്മയ്ക്കും കുടുംബത്തിലും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. എനിക്കിപ്പോൾ റിട്ടയർ ചെയ്തിരിക്കുകയാണ്. ഇനി ഈ ഒരു സന്തോഷവേളയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എത്തണം അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച 1-2 പേര് കൂടിയുണ്ട്. അവരെ കൂടി നമ്മൾ ഈ ഒരു അവസരത്തിൽ അവരുടെ പേര് പറയാണ്. ബിക്കോസ് അത് കേൾക്കാൻ അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വീടുകളിൽ ഇരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം അനീറ്റ തോമസ്, അനീറ്റ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല, സിസ്റ്ററാണ്. നല്ലൊരു ബേബി, ആരോഗ്യമുള്ള നല്ലൊരു ബേബി അല്ലേ. അങ്ങനെ ഞങ്ങളും ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ് അതിനു വേണ്ടി. എത്രയും പെട്ടെന്ന് വളരെ വളരെ സന്തോഷത്തോടു കൂടി ജീവിതത്തിൽ നമ്മുടെയൊക്കെ സന്തോഷത്തിൽ ഒരു അംഗം കൂടി വരാനായിട്ട് പോവാണ്. അതിനുള്ള പൂർത്തീകരണത്തിലാണ് എല്ലാവരും തന്നെ. അനീറ്റയുടെ ഹസ്ബൻഡ് മിസ്റ്റർ തോമസ്, അദ്ദേഹം ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ അമ്മാമയുണ്ട് നമ്മുടെ കൂടെ, റോസ്ലി താരോ. അപ്പൊ എല്ലാവരും വീട്ടിലിരുന്ന് അല്ലെങ്കിൽ അവരിയ്ക്കുന്ന സ്ഥലത്ത് നിന്ന് ഇത് കാണുന്നുണ്ട്, ഇവിടെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്, നിങ്ങൾ എത്ര സന്തോഷത്തിലാണ്. അപ്പോൾ എല്ലാ ഫാമിലി മെമ്പേഴ്സിനെ നമ്മൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഇനി നമുക്ക് തിരിതെളിയിച്ചുകൊണ്ട് ചടങ്ങുകൾ ആരംഭിക്കാം. എല്ലാവർക്കും സന്തോഷം നിലനിർത്തി തരട്ടെ. ഇനി വരാനിരിക്കുന്ന ജീവിതങ്ങളിൽ അതിൻ്റെ പ്രകാശം ഉണ്ടാകട്ടെ. 2 പേരും ഒപ്പം അവരുടെ കുടുംബാംഗങ്ങളും ചേർന്ന് പ്രാർത്ഥനകളോടെ തിരിതെളിയിച്ചുകൊണ്ട് ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. പപ്പയും മമ്മിയും ചേർന്ന് അടുത്ത തിരികെയാണ്. കേക്ക് നമുക്ക് കട്ട് ചെയ്യണം, അത് പരസ്പരം ഷെയർ ചെയ്യണം. So ladies and gentlemen, here I'm going to invite the couple of the day, the center of attraction, the one and only Steffi and Anvin, to come forward to cut the cake and share the sweetness. Congratulations, let's cherish every moment of your life. Filled with pleasure and joy. 2 പേരും ചേർന്ന് ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്ത് അത് പരസ്പരം ഷെയർ ചെയ്യാണ്.
രണ്ടുപേരും ചേർന്ന് അങ്ങനെ പരസ്പരം മാല അണിയിച്ചു. ഇനി അവരുടെ കൈകളിലേക്ക് നമുക്ക് വൈൻ എടുത്ത് നൽകാനുള്ള സമയമാണ്. കാനായിലെ കല്യാണ നാളിലെ കുറവുകളെ പരിഹരിക്കപ്പെട്ട ദൈവത്തിന്റെ ഒരു വലിയ ശക്തി. നല്ല തീരുമാനങ്ങൾ എടുത്ത് കുറവുകളില്ലാത്തൊരു ജീവിതം അവർക്കുണ്ടാകണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് രണ്ടുപേരുടെയും കയ്യിലേക്ക് നമ്മളിപ്പോ വൈൻ എടുത്ത് നൽകുകയാണ്. വൈൻ എടുത്ത് നൽകുന്നതിന് വേണ്ടി ഞാൻ അവിടെ എഡ്വിനെ ഇൻവൈറ്റ് ചെയ്യാം. പിന്നെ ഞാൻ ഇവിടുന്ന് പപ്പേനെയും കൂടെ ഇൻവൈറ്റ് ചെയ്യാണ്. ഇവർ രണ്ടുപേരും ചേർന്നിട്ട് അവരുടെ കയ്യിലേക്ക് വൈൻ നൽകാം. കൂടുമ്പോൾ ഇമ്പമുള്ള ഒന്നാണ് നമ്മുടെ കുടുംബം. ഓരോ കുടുംബത്തിലും അങ്ങനെയുള്ള സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഫാമിലിയിൽ അത് സംഭവിക്കുമ്പോൾ അതിൽ പരമിനി എന്ത് സന്തോഷമാണ് നമുക്ക് വേണ്ടത്. എല്ലാ സ്നേഹവും സന്തോഷവും നിറങ്ങി നൽകിക്കൊണ്ട് രണ്ടുപേരും ചേർന്ന് ഈ വൈൻ ഷെയർ ചെയ്യാണ്. Give a small cheers. അങ്ങനെ രണ്ടുപേർക്ക് നമ്മള് വൈൻ നൽകി, അത് അവർ ഷെയർ ചെയ്തു. ഇനി പനിനീര് തെളിയിക്കുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഇത്രയും നോക്കിയിട്ട് നമുക്ക് പുതിയ ഒരാളെ ഇങ്ങോട്ട് വിളിക്കാം. എഡ്വിൻ, ദേ അവിടെ ഇരിക്കുന്ന ആളുടെ പേരെന്താ? ഒരു ബ്ലൂ കളർ കോട്ട് ഒക്കെ ഇട്ട്. ഒരു കാര്യം ചെയ്യാം, പാപ്പച്ചനങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് അവിടെ ഇരിപ്പല്ലേ, ഇങ്ങോട്ട് പോരെ. ഈ വീഡിയോ എടുക്കാൻ ഞാൻ വേറൊരാളോട് പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി സ്നേഹത്തോടെ ഞാൻ അങ്കിളിനെ കൂടി ഇൻവൈറ്റ് ചെയ്യാണ്. Thank you so much. तू आता है सीने में जब जब सांसें भरती हूँ, तेरे दिल की गलियों से मैं हर रोज गुजरती हूँ। हवा के जैसे चलता है तू, मैं रेत जैसे उड़ती हूँ। कौन तुझे यूं प्यार करेगा जैसे मैं करती हूँ। രണ്ടുപേരും കല്യാണം കഴിക്കാൻ വേണ്ടി ജനിച്ച പോലെ തന്നെയുണ്ട്. നല്ല മാച്ചിങ് ആണ്. അപ്പോൾ നല്ല ഇത്ര ലുക്കുള്ള അളിയനെ കിട്ടിയൊരു സന്തോഷം. ശരിക്കും പാവാണ്, ആനിമിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാന്നുള്ളൂ. 2 3 വാക്ക് സംസാരിക്കാം, പക്ഷെ ഇപ്പോ വേണ്ടെന്ന് വെച്ചില്ല. സ്റ്റെഫിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഈ കളറ് പൂവെന്ന് പറയുന്നത് ഇത് സ്റ്റെഫിയാണ് കേട്ടോ. ഇതിൽ നമ്മൾ എന്ത് കാണുന്നോ ഇത് സ്റ്റെഫിക്കുള്ള ആൻസർ ആണ്, അല്ലെങ്കിൽ സ്റ്റെഫിയെ ഇത് റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിൽ ഒരെണ്ണം ഞാനിവിടെ ആൻവിന്റെ കയ്യിൽ കൊടുക്കാം, ഒരെണ്ണം ഞാൻ സ്റ്റെഫിയുടെ കയ്യിലും കൊടുക്കാം. ഇത് ഇവിടെ ഇരിക്കട്ടെ, ഒരെണ്ണം ഇവിടെ ഒന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ചോദ്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻസ് ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല, ഒരു തവണയെ ചോദിക്കുകയുള്ളൂ. അപ്പൊ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കുക. ആരാണ് അതിന്റെ ആൻസർ എന്ന് വെച്ചാൽ കൈ ഉയർത്തി പിടിക്കുക. ഫൗൾ ഗെയിം കളിക്കരുത്. എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഭയങ്കര വിശ്വാസമാണ്. ഓക്കെ, അപ്പൊ എന്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ രണ്ടുപേര് ആർക്കാണ് സൗന്ദര്യം ഒരു ശാപമായി തോന്നിയിട്ടുള്ളത്? ഉത്തരം മുകളിലേക്ക് പോട്ടെ, കൈ ഉയർത്തി പിടിക്കൂ. ഒരു കൈയടി എടുക്കോ. അത് ഏകദേശം ആൻവിനൊരു ചെറിയ മടി ഉണ്ടായിരുന്നു, എന്നെ കുറിച്ച് ഞാനെങ്ങനെ പറയാ എന്നുള്ളത്. പക്ഷെ നമുക്കറിയാവുന്നതുകൊണ്ട് ഒരു മടി ഉണ്ടായിരുന്നില്ല, അത് അങ്ങനെ തന്നെയാണ്. അപ്പൊ ഒരു പോയിന്റ് കിട്ടിയിരിക്കുന്നു, തഴയിട്ടോളൂ.
ഏകദേശം ഒരു 1.5 വർഷമൊക്കെ സമയം കിട്ടിയെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പൊ അതിനിടയിൽ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവും, മൊബൈലിൽ സംസാരിച്ചിട്ടുണ്ടാവും. ഇതിലിപ്പം ആരാണ് ഏറ്റവും കൂടുതൽ കോൾ അങ്ങോട്ട് ചെയ്യുന്നത്? ആൻവിന് ഇപ്പൊ എന്തായാലും സ്റ്റെഫി രണ്ടുപേരും ഒരുമിച്ച് ഇപ്പൊ ഫോണിൽ സംസാരിക്കുന്നുണ്ടാവും. എന്നാലും ഏറ്റവും കൂടുതൽ തവണ വിളിക്കുന്നത് നിങ്ങൾ രണ്ടുപേരിലും ആരാ? അതങ്ങനെയാ വേണ്ടത്. അതിപ്പോ ഒരാൾ മാത്രം എന്ന് പറഞ്ഞാൽ വിഷമായി പോവില്ലേ അല്ലേ? ഞാൻ മാത്രമാണെന്ന് പറഞ്ഞാൽ വിഷമാവില്ല. അപ്പൊ ഇതിന് വേണമെങ്കിൽ ഒരു കൈയ്യിൽ കൊടുക്കാൻ നമുക്ക് ഒരു പ്രോത്സാഹനക്കുറവ് വേണ്ട. ഓക്കെ, കൈ താഴെയിട്ടുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് പെട്ടെന്ന് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഒരു പക്ഷേ നമ്മൾ കുറച്ച് ടെൻഷൻ ആവും. ഞാൻ ദേഷ്യപ്പെടുന്നു എന്നുള്ള വാക്കൊന്നും ഉപയോഗിക്കുന്നില്ല, കാരണം ആൻവിനെ കണ്ടാൽ അറിയാം ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹാർട്ടാണ് പുള്ളിക്ക്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ടെൻഷൻ ആവുന്നത് ആരാ ഇതില്? പെട്ടെന്ന് ടെൻഷൻ ആവുന്നത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് ടെൻഷൻ ആവുന്നത് ആരാ? വേഗം ഉയർത്തിപ്പിടിക്കൂ. വേഗം ഒരു കൈയടി കൊടുക്കാം നമുക്ക്. ഒരു പോയിന്റ് കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നല്ല ധാരണയുണ്ട് രണ്ടുപേർക്കും. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഇവരെന്തായാലും ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയമൊക്കെയാണ്. ഈ സോറി എന്ന് പറഞ്ഞാലുണ്ടല്ലോ, വെറുതെ സോറി പറയാം. ചില ആളുകൾക്ക് അതൊരു കുറച്ച് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പിന്നെ എന്തിനിപ്പോ സോറി പറഞ്ഞെന്ന് നമ്മൾ ആലോചിക്കും. ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ സോറി എന്നുള്ള വേർഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരായിരിക്കും ഇത്രയും നാളുകളിൽ? സോറി ആരാ? വെരി ഗുഡ്. ആർക്കെങ്കിലും ഇവരോട് എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? പപ്പയ്ക്ക് വേണ്ടി ഞാനൊരു ചോദ്യം ചോദിക്കാം. നിങ്ങളിൽ ആരാണ് ഭയങ്കരമായിട്ട് ലവിങ്, കെയറിങ്, അങ്ങനെ നമുക്ക് തോന്നുമല്ലോ ഭയങ്കര ലവിങ് ആണ് പുള്ളി എന്നൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ, അല്ലെങ്കിൽ ഭയങ്കര ലവിങ് ആണ്, അങ്ങനെ ആരാണിത്? പ്രണയം മനസ്സിലുള്ള ഒരാള്? വെരി ഗുഡ്. ഇതിനൊരു കൈയടി കൊടുക്കണം. ഒരാൾ മാത്രം പ്രണയിച്ചാൽ പോരല്ലോ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അത് വളരെ നന്നായി. ഓൺലൈൻ പർച്ചേസ് ആവാം, ഇപ്പൊ കൂടുതൽ അതാണ് നടക്കുന്നത്. അതല്ലെങ്കിലും പർച്ചേസ് ഉണ്ടാവും. അപ്പൊ എങ്ങനെ വാങ്ങിക്കുക അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന ഒരു സ്വഭാവം ആർക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ? സ്റ്റെഫി സത്യം പറയാൻ നല്ലത്. അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞു. വേഗം ഏതെങ്കിലും ഒരു ഫ്ലവർ എന്തായാലും ഉയർത്തിയേ പറ്റൂ. കൈ ഉയർത്തിപ്പിടിക്കൂ കുട്ടി. കൈയടിച്ച് പാസാക്കിക്കോ. അപ്പൊ ആൻവിന് ഏകദേശം ഒരു ധാരണയൊക്കെ കിട്ടിയിട്ടുണ്ട്. കൈ താഴെ കേട്ടോ. മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തവണ മിററിൽ നോക്കി, അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആൾ ഇതിലാരാ? ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആള് കൈ ഉയർത്ത മാഷേ. ആദ്യത്തെ ഉത്തരം നമ്മൾ പരിഗണിക്കൂ. കേട്ടോ. ഓക്കെ, താഴെ വെച്ചോ. ഇനി എന്റെ ഫൈനൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഫോണില് എത്ര ടൈം സംസാരിക്കാൻ പറ്റും? ഞാൻ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യന് വേറൊരു രീതിയാണ് ചേച്ചി ചോദിച്ചത്. അതായത് ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാന്ന് പറഞ്ഞാൽ അല്ല ഇതും കൂടി പറയാനുണ്ട്, ഇതും കൂടി കേട്ടിട്ട് പോ. അതാരാ? കൈയോർത്തു. Good afternoon and thank you all for joining this event for my daughter's engagement. And I would like to invite Sidhu's family who are here and who are watching live with us, and all my families who could not able to join due to the COVID. I would like to say thank you and sorry. This is not our mistake. This is due to the situation. So please, I know that you all want to attend this event, but we have to live with as per the rules and regulation. So thank you, and I would like to invite my beautiful and handsome Anvin to my family. താങ്ക് യു സോ മച്ച്. താങ്ക്സ് എ ലോട്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഇതുപോലെയൊക്കെയാണ് കാര്യങ്ങൾ പോകാൻ പറ്റുള്ളൂ. പക്ഷെ പേടിക്കേണ്ട പപ്പേ, എൻ്റെ കല്യാണം നമുക്ക് പൊളിച്ചടക്കാമെന്ന ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് എഡ്വിൻ പുറകിൽ ഇരിപ്പുണ്ട്. പിന്നെ അതിലൊരു പ്രശ്നമല്ല നമുക്ക്. കുറച്ച് മുമ്പ് എന്നോട് സ്റ്റെഫി പറഞ്ഞായിരുന്നു, ഇപ്പോൾ ആദ്യമായിട്ട് കാണാൻ വരുന്ന സമയത്ത് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്നുള്ളത്. അദ്ദേഹത്തിന് പിന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് ലൈഫിൻ്റെ ഒരു പാർട്ടാണ്. നമ്മളോട് എല്ലാവരോടും 2 വാക്ക് സംസാരിക്കാൻ കൂടെ ഞാൻ ആൻവിൻ്റെ പപ്പയുടെ കയ്യിൽ മൈക്ക് കൊടുക്കുകയാണ്. ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരെ. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ ഓഫ് യു. എൻ്റെ മകൻ അൻവിൻ്റെ സക്രിയ ഷിജി ദമ്പതികളുടെ മകൾ സ്റ്റെഫിയുടെയും ബെട്രോത്തൽ ഇന്ന് നടക്കുകയാണ്. ഇവർക്ക് 2 പേർക്കും എല്ലാവിധ ആശംസകളും
പ്രോത്സാഹനങ്ങളും നൽകിക്കൊണ്ട് നന്ദി, നമസ്കാരം. അപ്പൊ എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ട് നടക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്, ഗുഡ് ലക്ക്. एक पल में ही थम सा गया तू, हाथ में हाथ जो दे गया। चलूं मैं जहां जाए तू, दाएं में तेरे बाएं तू, हूँ रुत में हवाए तू साथिया। हंसूं मैं जब गाए तू, रोऊं मैं मुरझाए तू, भीगूं मैं बरसाए तू साथिया। साया मेरा है तेरी शक्ल, हाल है ऐसा कुछ आजकल। सुबह मैं हूँ तू धूप है, मैं आईना हूँ तू रूप है। ये तेरा साथ खूब है हम सफर। इश्क के सारे रंग दे गया, फिर खींच के अपने संग ले गया। कहीं पे खो जाए चल, जहाँ ये रुक जाए पल, कभी न फिर आए कल साथिया। सा ख्वाब दूं तू रहे खुश, मैं आबाद हूँ। तू सबसे जुदा जुदा सा है, तू अपनी तरह सा है। मुझे लगता नहीं है तू दूसरा। हाथ जो दे गया, चलूं मैं जहां जाए तू, दाएं में तेरे बाएं तू, हुरत में हवाएं तू साथिया।
Father, I said till death do us part. I want to mean it with all of my heart.